സിവിൽ സർവീസ് ബാങ്കിംഗ് പ്രതീക്ഷയുമായി VR അക്കാദമി ക്യാമ്പസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. അക്കാദമി ഉദ്ഘാടനം മുൻ യുണൈറ്റഡ് നേഷൻ ഇന്ത്യ അംബാസഡർ TP ശ്രീനിവാസൻ നിർവഹിച്ചു. സിവിൽ സർവീസ് ബാങ്കിംഗ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കായി കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ VR അക്കാദമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചു. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റഡീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ VR അക്കാദമിയിലൂടെ ഈ മേഖലയിലെ തൊഴിലന്വേഷകർക്ക് മികച്ച പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കും. VR അക്കാദമിയുടെ ക്യാമ്പസ് സെന്ററിന്റെ ഉദ്ഘാടനം മുൻ യുണൈറ്റഡ് നേഷൻ ഇന്ത്യ അംബാസഡർ TP ശ്രീനിവാസൻ നിർവഹിച്ചു. is not so easy to do, and therefore we are very proud that every institution in Trivandrum today is able to contribute a certain number of our young people. 2008 സ്ഥാപിതമായ CAAS-ന് രാജ്യവ്യാപകമായി സിവിൽ സർവീസ് മെയിൻ, സിവിൽ സർവീസ് ഫസ്റ്റ് സ്റ്റേഷൻ, ബാങ്ക് PO, SSC എന്നിവയിൽ പരിശീലനം നൽകുന്ന നിരവധി സെന്ററുകളുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ CAAS-ന്റെ സെന്ററാണ് VR അക്കാദമി. ഈ ഉദ്യമത്തിലൂടെ യുവതി യുവാക്കൾക്ക് ഈ മേഖലയിലെ പരിചയസമ്പന്നരുടെ നേതൃത്വത്തിൽ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ മികച്ച പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. VR അക്കാദമിക്ക് വൈഫൈ കണക്ടിവിറ്റിയോടുകൂടിയ സ്വന്തം കെട്ടിടവും ക്യാമ്പസുമുണ്ട്. ഓൺലൈൻ പരിശീലനത്തിനായുള്ള കമ്പ്യൂട്ടർ ലാബ്, സ്വയം പഠനം സാധ്യമാക്കുന്ന സമ്പൂർണ്ണ ലൈബ്രറി, മികച്ച CAS വിദഗ്ധരുടെ ഫാക്കൽറ്റി എന്നിവയൊക്കെ ഈ പഠന കേന്ദ്രത്തിന്റെ മറ്റ് പ്രത്യേകതകളാണ്. IIM കൽക്കത്ത, NUPEPA ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും പരിശീലനം നേടിയ CBSE അവാർഡ് ജേതാവും വിരമിച്ച പ്രിൻസിപ്പളുമായ ശശിധരനാണ് VR അക്കാദമിയുടെ ഡയറക്ടർ. P. അബ്ദുൽ ഹമീദ് MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് സർവകലാശാല രജിസ്ട്രാർ അബ്ദുൽ മജീദ്, JNU ന്യൂഡൽഹിയിലെ പ്രതിനിധി വിനോദ് മിശ്ര, വിജയൻ പണിക്കർ, അനൂപ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു.